9 സംഖ്യകളുടെ ശരാശരി 80 ഇതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 70 അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 90 ആയാൽ അഞ്ചാമത്തെ സംഖ്യ ഏത്? ഇവിടെ 9 സംഖ്യകളുടെ ശരാശരി 80 നൽകിയിരിക്കുന്നു. ഇതിലെ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 70 അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 90. നമുക്ക് അഞ്ചാമത്തെ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ സംഖ്യകളുടെ തുക ഉപയോഗിച്ച് ഇത് കണ്ടുപിടിക്കാം. ഓർക്കുക, ശരാശരിയെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യകളുടെ തുക കിട്ടും. ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ സംഖ്യകളുടെ തുക കിട്ടും. അപ്പോൾ ഈ 9 സംഖ്യകളുടെ തുക കാണാനായിട്ട് അവയുടെ ശരാശരിയായ 80നെ എണ്ണമായ 9 കൊണ്ട് ഗുണിക്കുക. 80 ഗുണം 9, 9 8 72 ആണല്ലോ. അപ്പോൾ 80 ഗുണം 9 720 വരും. അപ്പോൾ 9 സംഖ്യകളുടെ തുക 720. ഇതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരിയാണ് 70. അപ്പോൾ ആദ്യത്തെ 4 സംഖ്യകളുടെ തുക കാണാൻ 70നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 70നെ 4 കൊണ്ട് ഗുണിച്ചാൽ 250 കിട്ടും. അതുപോലെ അവസാന 4 സംഖ്യകളുടെ ശരാശരി 90. അപ്പോൾ ആ 4 സംഖ്യകളുടെ തുക കാണാൻ 90നെ 4 കൊണ്ട് ഗുണിക്കാം, 360. നമുക്ക് കണ്ടുപിടിക്കേണ്ട അഞ്ചാമത്തെ സംഖ്യയാണ്. അപ്പോൾ ഈ രണ്ട് തുകകൾ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട അഞ്ചാമത്തെ സംഖ്യ ഒഴികെയുള്ള ബാക്കി 8 സംഖ്യകളുടെയും തുക കിട്ടും. ഈ രണ്ട് തുകകൾ കൂട്ടിയെടുത്താൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യ ഒഴികെ ബാക്കി 8 സംഖ്യകളുടെയും തുക കിട്ടും. അപ്പോൾ 280 360 കൂടെ നമുക്ക് കൂട്ടാം. അത് തമ്മിൽ കൂട്ടുമ്പോൾ 640. അപ്പോൾ 9 സംഖ്യകളുടെ തുക 720. നമുക്ക് കണ്ടുപിടിക്കേണ്ട അഞ്ചാമത്തെ സംഖ്യ ഒഴികെ ബാക്കി 8 സംഖ്യകളുടെ തുക 640. അപ്പോൾ അഞ്ചാമത്തെ സംഖ്യ കിട്ടാൻ ഈ 720 നിന്നും 640 കുറച്ചാൽ മതി, 80. അപ്പോൾ അടുത്ത സംഖ്യ 80. ശരിയുത്തരം ഓപ്ഷൻ എ. 600 രൂപയ്ക്ക് 20% ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില എത്ര? ഇവിടെ ഒരു വസ്തു 600 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി. അതിൻ്റെ വാങ്ങിയ വില കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ട വാങ്ങിയ വില എക്സ് എന്നെടുക്കുക. അങ്ങനെയെങ്കിൽ എക്സിനേക്കാൾ 20% കൂടുതലാണ് 600 രൂപ. കാരണം 600 രൂപയ്ക്ക് സാധനം വിൽക്കുമ്പോൾ 20% ലാഭം കിട്ടണമെങ്കിൽ വാങ്ങിയ വിലയേക്കാൾ 20% കൂടുതലായിരിക്കണമല്ലോ 600. നമ്മൾ വാങ്ങിയ വില എക്സ് എന്നെടുത്തു. അപ്പോൾ എക്സിനേക്കാൾ 20% കൂടുതലാണ് 600. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എക്സിൻ്റെ 120% 600 എന്നെടുക്കാം. എക്സിൻ്റെ 120%. അപ്പോൾ എക്സിൻ്റെ 120% നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? എക്സ് ഗുണം 100ൽ 120. എക്സ് ഗുണം 100ൽ 120 600 എന്നെഴുതാം. ഇത് സിംപ്ലിഫൈ ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് വാങ്ങിയ വില കിട്ടും. സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഈ 100നെയും 120നെയും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ 600 ഗുണം 100 ന്യൂമറേറ്റർ വരും. 600 ഗുണം 100 ബൈ 120 ഛേദത്തിലും വരും. നമുക്ക് ഓരോ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യുക. ഇവിടെ നമുക്ക് 60നെ 12 കൊണ്ട് ഹരിക്കാം. 12നെ 5 കൊണ്ട് ഗുണിച്ചാൽ 60 കിട്ടും. അപ്പോൾ 60നെ 12 കൊണ്ട് ഹരിച്ചാൽ 5 വരിക. 5 ഗുണം 100 500. അതായത് വാങ്ങിയ വില 500. ശരിയുത്തരം ഓപ്ഷൻ എ. ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കുമെങ്കിൽ അതേ വേഗതയിൽ ആ കാർ 110 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്ര? ഇവിടെ ഒരു കാർ 180 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കും. അവർക്ക് 180 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കും. ഈ കാർ 110 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 180 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 60 മിനിറ്റ് ആണല്ലോ. അപ്പോൾ 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3 ഗുണം 60 180 മിനിറ്റാണ്. 180 മിനിറ്റ്. അതായത് 180 കിലോമീറ്റർ ഈ കാർ 180 മിനിറ്റിൽ സഞ്ചരിക്കും. 180 കിലോമീറ്റർ സഞ്ചരിക്കാൻ 180 മിനിറ്റ് വേണം. അപ്പോൾ 1 മിനിറ്റിൽ ഈ കാർ എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ടാവും? 1 കിലോമീറ്റർ സഞ്ചരിക്കും. 1 മിനിറ്റിൽ 1 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ 110 കിലോമീറ്റർ സഞ്ചരിക്കാനോ? 110 കിലോമീറ്റർ സഞ്ചരിക്കാൻ കാരണം എത്ര സമയം വേണം? 1 മിനിറ്റിൽ 1 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 110 കിലോമീറ്റർ സഞ്ചരിക്കാൻ 110 മിനിറ്റ് മതിയാവും. 110 മിനിറ്റ്. 110 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 + 50 ആണല്ലോ 110. 60 മിനിറ്റ് ആകുമ്പോൾ 1 മണിക്കൂറായി. അതായത് 1 മണിക്കൂർ 50 മിനിറ്റിൽ ഈ കാർ 110 കിലോമീറ്റർ സഞ്ചരിക്കും.
ശരിയുത്തരം ഓപ്ഷൻ ഡി 1 മണിക്കൂർ 50 മിനിറ്റ്. 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വീതം വാങ്ങി അതേ വിലയ്ക്ക് 8 ഓറഞ്ച് വീതം വിറ്റാൽ ലഭിക്കുന്ന ലാഭശതമാനം എത്ര? ഇവിടെ 50 രൂപയ്ക്ക് 10 ഓറഞ്ച് എന്ന നിരക്കിൽ ഓറഞ്ച് വാങ്ങിയിട്ട് 8 ഓറഞ്ചിന് 50 രൂപ എന്നുള്ള നിരക്കിൽ ഓറഞ്ച് വിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ലാഭശതമാനം എത്രയെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ലാഭശതമാനം കാണുന്നതിന് ഏറ്റവും സൗകര്യം, ശതമാനം കാണേണ്ടതുകൊണ്ട് ഏറ്റവും സൗകര്യം മുടക്കു മുതൽ 100 ആയിരിക്കുന്നതാണ്. മുടക്കു മുതൽ 100 രൂപയായിരിക്കുന്നത്. ഇത് 50 രൂപയ്ക്ക് 10 ഓറഞ്ച് കിട്ടും. അങ്ങനെയെങ്കിൽ 100 രൂപയ്ക്ക് എത്ര കിട്ടും? 100 രൂപയ്ക്ക് 50ൻ്റെ ഇരട്ടി 20 ഓറഞ്ച് കിട്ടും. 100 രൂപയ്ക്ക് 20 ഓറഞ്ച്. അപ്പോൾ ഇനി ഈ 20 ഓറഞ്ച് വിൽക്കുമ്പോൾ എത്ര രൂപ കിട്ടുമെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ലാഭശതമാനം കാണാൻ പെട്ടെന്ന് ചെയ്യാം. അവർക്ക് 8 ഓറഞ്ച് 50 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ഓരോ ഓറഞ്ചിൻ്റെ വിൽപ്പന വില എത്രയാണ്? ഓരോ ഓറഞ്ചിൻ്റെ വിൽപ്പന വില 50/8 രൂപയാണ്. 50/8 രൂപ. അപ്പോൾ 20 ഓറഞ്ച് വിൽക്കുമ്പോൾ എത്ര രൂപ കിട്ടും? 20 ഗുണം 50/8. ഒരു ഓറഞ്ചിൻ്റെ വിൽപ്പന വിലയാണ് 50/8. അപ്പോൾ 20 ഓറഞ്ച് വിൽക്കുമ്പോൾ 20 ഗുണം 50/8. നമുക്ക് 20നെയും 8നെയും 4 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 20നെ 4 കൊണ്ട് ഹരിച്ചാൽ 5, 8നെ 4 കൊണ്ട് ഹരിച്ചാൽ 2, 50നെ 2 കൊണ്ട് ഹരിച്ചാൽ 25, 50ൻ്റെ പകുതി. 5 ഗുണം 25, അതായത് 125. അപ്പോൾ 20 ഓറഞ്ച് വിൽക്കുമ്പോൾ 125 രൂപ കിട്ടും. അതായത് 100 രൂപ മുടക്കി അത് 125 രൂപയായിട്ട് തിരികെ കിട്ടി. 25 രൂപയാണ് ലാഭം. ഈ 25 വാങ്ങിയ വിലയായ അല്ലെങ്കിൽ മുടക്കു മുതലിൻ്റെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 25 എന്ന് പറയുന്നത് 100ൻ്റെ എത്ര ശതമാനമാണ്? 25%. അപ്പോൾ ലാഭ ശതമാനം 25%. ശരിയുത്തരം ഓപ്ഷൻ സി. റൂട്ട് ഓഫ് 3249 സമം 57 ആണ് എങ്കിൽ റൂട്ട് ഓഫ് 3249 അധികം റൂട്ട് ഓഫ് 32.49 അധികം റൂട്ട് ഓഫ് 3,24,900 ന്യൂനം റൂട്ട് ഓഫ് 0.3249 എത്ര? ഇപ്പോൾ ഈ തന്നിരിക്കുന്ന റൂട്ടിനകത്ത് കിടക്കുന്ന വാല്യൂസൊക്കെ നമുക്ക് ഈ തന്നിരിക്കുന്ന റൂട്ട് ഓഫ് 3249 സമം 57 ഈ റിസൾട്ട് ഉപയോഗിച്ച് ഇതിൻ്റെ എല്ലാം വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിത് ഓരോന്നിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാം. ആദ്യത്തേതിൻ്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. റൂട്ട് ഓഫ് 3249 57 ആണെന്ന്. നമുക്ക് അടുത്ത 3 എണ്ണത്തിൻ്റെ വാല്യൂ എഴുതാം. അതിന് ശേഷം ക്രിയ ചെയ്യാം. നോക്കുക, റൂട്ട് ഓഫ് 32.49 ഇത് കാണുന്നതിന് നമ്മൾ ആദ്യം 3249ൻ്റെ സ്ക്വയർ റൂട്ട് എഴുതുക, അതായത് 57. ഇനി ഇതിനകത്ത് ഡെസിമൽ പോയിൻ്റ് കൊടുത്താൽ മതി. നോക്കുക, ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 2 അക്കങ്ങളാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ടിൽ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് ഒരക്കമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെയുള്ള അക്കങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതിയായിരിക്കണം സ്ക്വയർ റൂട്ടിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 2 അക്കങ്ങളുള്ളതുകൊണ്ട് ഇതിൻ്റെ സ്ക്വയർ റൂട്ടിൽ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് ഒരക്കം. അതുകൊണ്ട് വലതു നിന്ന് ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഡെസിമൽ പോയിൻറ്റ് കൊടുക്കുക. അപ്പോൾ 5.7 എന്ന് കിട്ടും. ഇനി അടുത്തത് നോക്കുക, റൂട്ട് ഓഫ് 32,49,00, അതായത് 3,24,900. ഇത് 3249നെ 100 കൊണ്ട് ഗുണിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എഴുതാൻ നമുക്ക് എളുപ്പമുണ്ട്. 57 എഴുതുക, 3249ൻ്റെ സ്ക്വയർ റൂട്ട്. ഈ 2 പൂജ്യമാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ പകുതി പൂജ്യങ്ങൾ സ്ക്വയർ റൂട്ടിൽ ചേർക്കുക, അതായത് 570. അപ്പോൾ 3,24,900ൻ്റെ സ്ക്വയർ റൂട്ട് 570. ഇനി അടുത്തത് നോക്കുക, റൂട്ട് ഓഫ് 0.3249. ഇവിടെയും 3249ൻ്റെ സ്ക്വയർ റൂട്ട് എഴുതുക, 57. ഇനി നോക്കുക, ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 4 അക്കങ്ങളുണ്ട്. അപ്പോൾ 4ൻ്റെ പകുതി 2 അക്കങ്ങൾ വേണം ഇതിൻ്റെ സ്ക്വയർ റൂട്ടിൽ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത്. നോക്കുക, ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 4 അക്കങ്ങളുള്ളതുകൊണ്ട് ഇതിൻ്റെ സ്ക്വയർ റൂട്ടിൽ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 2 അക്കങ്ങൾ ഉണ്ടാവണം. ഇവിടെയുള്ള എണ്ണത്തിൻ്റെ പകുതി. അപ്പോൾ വലത്ത് നിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റി ഡെസിമൽ പോയിൻറ്റ് കൊടുക്കുക. അപ്പോൾ 0.57 എന്ന് വരും. നമുക്കിവിടെ 0 കൂടെ കൊടുക്കാം, 0.57. ഇനി ഇതിൽ ആദ്യത്തെ 3 സംഖ്യകൾ കൂട്ടാനുള്ളതാണ്. ഏതൊക്കെ? റൂട്ട് ഓഫ് 3249 അധികം റൂട്ട് ഓഫ് 32.49 അധികം റൂട്ട് ഓഫ് 3,24,900. അപ്പോൾ ഇത് 3 നമുക്ക് കൂട്ടിയെടുക്കാം. ഇതിൻ്റെ 3ൻ്റെയും വാല്യൂ എഴുതുക. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ 570 ആണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം 570 എഴുതി കൂട്ടാം. 570 അധികം 3249ൻ്റെ സ്ക്വയർ റൂട്ട് അടുത്ത് എഴുതാം, 57
ഇനി അടുത്തത് നോക്കാം. 32.49 സ്ക്വയർ റൂട്ടാണ്. അത് നമുക്കിവിടെ എഴുതിയിട്ടുണ്ട് 5.7. 5.7 അവർക്ക് പോയിൻ്റ് ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അത് ശ്രദ്ധിച്ചോളുക. കൂട്ടുന്നു. 7 പോയിൻ്റ് കൊടുക്കുക. 7 5 12. 632.7 എന്ന് കിട്ടും. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അവസാനത്തെ വാല്യൂ കുറയ്ക്കണം. അവസാനത്തെ വാല്യൂ 0.57 ആണ്. അപ്പോൾ -0.57. അപ്പോൾ പോയിൻ്റ് ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വേണം എഴുതാൻ. 57 നമുക്ക് കുറയ്ക്കുന്നതിനുള്ള സൗകര്യത്തിനായിട്ട് 7ൻ്റെ വലതുവശത്തൊരു 0 കൂടി ഇവിടെ ചേർക്കാം. അപ്പോൾ 70 എന്നാവും. ഇനി കുറയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇത്രയും ഓർത്താൽ മതി. 57നോട് എത്ര കൂട്ടിയാൽ 70 കിട്ടുമെന്ന് നോക്കിയാൽ മതി. 57ൻ്റെ കൂടെ 13 കൂടെ കൂട്ടിയാൽ 70 കിട്ടുമല്ലോ. ആ രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. പോയിൻ്റ് കൊടുക്കുക. ഇവിടെ ഒന്നും കുറയ്ക്കാനില്ല, 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ 632 തന്നെ വരും. അപ്പോൾ 632.13 ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ ബി. രണ്ട് സംഖ്യകളുടെ ലസാഗു 108ഉം ഉസാഖ 18ഉം സംഖ്യകളിൽ ഒന്ന് 54ഉം ആയാൽ മറ്റേ സംഖ്യ ഏത്? ഇവിടെ രണ്ട് സംഖ്യകളുടെ ലസാഗു LCM തന്നിട്ടുണ്ട് 108, ഉസാഖ അഥവാ HCF 18 എന്ന് നൽകിയിട്ടുണ്ട്. സംഖ്യകളിൽ ഒരെണ്ണം 54 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കണം. അവർക്ക് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ സംഖ്യകളുടെ ഗുണനഫലവും അവയുടെ ലസാഗുവിൻ്റെ ഉസാഖയുടെയും ഗുണനഫലവും തുല്യമായിരിക്കും. ഇവിടെ രണ്ടാമത്തെ സംഖ്യ നമുക്ക് x എന്ന് എടുത്തു കഴിഞ്ഞാൽ x എന്നെടുക്കാം. രണ്ടാമത്തെ സംഖ്യ x എന്നെടുക്കുക. അപ്പോൾ സംഖ്യകളുടെ ഗുണനഫലം ആദ്യത്തെ സംഖ്യ 54 ആണല്ലോ. 54 ഗുണം x. സംഖ്യകളുടെ ഗുണനഫലം 54 ഗുണം x വരും. ഇതും അവയുടെ ലസാഗുവിൻ്റെ ഉസാഖയുടെയും ഗുണനഫലവും തുല്യമായിരിക്കും. ലസാഗു 108ഉം ഉസാഖ 18ഉമാണ്. അപ്പോൾ 54 ഗുണം x സമം 108 ഗുണം 18 എന്ന് വരും. സംഖ്യകളുടെ ഗുണനഫലവും അവയുടെ ലസാഗുവിൻ്റെ ഉസാഖയുടെയും ഗുണനഫലവും തുല്യമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് x കണ്ടുപിടിക്കാം. x കണ്ടുപിടിക്കാനായിട്ട് ഈ 54നെ കൂടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. അതായത് 54 കൊണ്ട് ഹരിക്കുക. ഇതിനെ 108 ഗുണം 18 ബൈ 54 എന്ന് വരും. 54ൻ്റെ ഇരട്ടിയാണ് 108. അതുകൊണ്ട് 108നെ 54 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 2 കിട്ടും. 2 ഗുണം 18 36. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ 36. ശരി ഉത്തരം ഓപ്ഷൻ ബി. 61ൽ എത്ര ആറിലൊന്നുകളുണ്ട്? അപ്പോൾ 61ൽ എത്ര ആറിലൊന്നുകളുണ്ട് എന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് 61നെ 6 കൊണ്ട് ഹരിക്കണം. 61നെ 6 കൊണ്ട് ഹരിക്കുക. ഇനി ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കണമെങ്കിൽ ആ ഭിന്നസംഖ്യയുടെ ഈ ഛേദത്തിൽ വരുന്നത് ഈ ഭിന്നസംഖ്യയാണ് 6 കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നത്. അപ്പോൾ 6 റെസിപ്രോക്കൽ അഥവാ വിൽക്രമം കൊണ്ട് 61നെ ഗുണിച്ചാൽ മതി. അപ്പോൾ 61 ഗുണം ഇതിൻ്റെ വിൽക്രമം എടുക്കുമ്പോൾ 1ൽ 6 എന്ന് വരും. ഇതായിരിക്കും ഉത്തരം. 61നെ 6 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 366. 1 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഉത്തരം 366 ആണ്. 61ൽ 366 ആറിലൊന്നുകളുണ്ട്. ശരി ഉത്തരം ഓപ്ഷൻ എ. 5/6.625 സമം 0.7547 ആയാൽ 5/6625 എത്ര? നമുക്കിവിടെ 5/6.625 സമം 0.7547 എന്ന് നൽകിയിട്ടുണ്ട്. ഈ വാല്യൂ ഉപയോഗിച്ച് നമ്മൾ 5/6625 അല്ലെ 6625ൽ 5ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഇവിടെ ഛേദത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ ഛേദം 6.625ഉം ഇവിടെ 6625ഉമാണ്. ഇവിടെ ഛേദത്തിൽ ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് 3 അക്കങ്ങളുണ്ട്. ഇവിടെ ഡെസിമൽ പോയിന്റ് നൽകിയിട്ടില്ല. അപ്പോൾ ഈ ഡെസിമൽ പോയിന്റ് ഒഴിവാക്കണമെങ്കിൽ ഇതിനെ 1000 കൊണ്ട് ഗുണിക്കണമല്ലോ. ഛേദത്തിനെ 1000 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇതിൻ്റെ ഛേദത്തിനെ 1000 കൊണ്ട് ഗുണിച്ചതാണ് ഈ ഇവിടെ തന്നിരിക്കുന്ന ഛേദം 6625. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5/6625 ആണല്ലോ. നമുക്കിതിൻ്റെ ഛേദം നമുക്കൊന്ന് മാറ്റി എഴുതാം. ഇത് 5/6.625 ഗുണം 1000 എന്ന് എഴുതാം. 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 സ്ഥാനം വലത്തോട്ട് ഡെസിമൽ പോയിന്റ് മാറും. അപ്പോൾ ഡെസിമൽ പോയിന്റ് ഒഴിവായി 6625 എന്ന് കിട്ടുകയും ചെയ്യും. ഇനി 5/6.625 ഇതിൻ്റെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട് 0.7547. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എഴുതി കഴിഞ്ഞാൽ 0.7547 ഡിവൈഡഡ് ബൈ ഛേദത്തിൽ 1000 ഓൾറെഡി കിടപ്പുണ്ട് 1000 എന്ന് വരും.
അപ്പോൾ 0.7547 1000 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം കിട്ടും. 1000 കൊണ്ട് ഹരിക്കണമെങ്കിൽ ഡെസിമൽ പോയിൻ്റ് 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റണം. അങ്ങനെ ഡെസിമൽ പോയിൻ്റ് 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റണമെങ്കിൽ ഇവിടെ 3 പൂജ്യങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് 0.0000 7ന് മുമ്പായിട്ട് 3 പൂജ്യങ്ങൾ ചേർത്തു 7547 എന്നാകും. അപ്പോൾ ഉത്തരം 0.00007547. ശരി ഉത്തരം ഓപ്ഷൻ സി. ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും 50 മീറ്റർ കിഴക്കോട്ട് നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 70 മീറ്റർ നടന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 60 മീറ്റർ നടന്ന് ജോലിസ്ഥലത്ത് എത്തിച്ചേരുന്നു. എന്നാൽ വീട്ടിൽ നിന്നും നേർവഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അയാൾക്ക് ജോലിസ്ഥലത്തെത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം? അപ്പോൾ ഇത് ഡയറക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഇയാളുടെ വീട് ഇവിടെയാണെന്ന് കരുതുക, ഈ എ എന്ന പൊസിഷനിൽ. നമുക്കൊരു റഫായിട്ടൊരു ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ നിന്നും അയാൾ 50 മീറ്റർ കിഴക്കോട്ട് ഇങ്ങോട്ടാണ് 50 മീറ്റർ കിഴക്കോട്ട് നടന്നു. ഇപ്പോൾ കിഴക്കോട്ടാണ് അയാൾ തിരിഞ്ഞിരിക്കുന്നത്. അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞു. കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരാൾ ഇടത്തോട്ട് തിരിയുമ്പോൾ വടക്കോട്ട് പോകണം. അപ്പോൾ വടക്കോട്ട് 70 മീറ്റർ സഞ്ചരിച്ചു. എത്രയാണ്? 70 മീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു. അപ്പോൾ വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ആൾ ഇടത്തോട്ട് തിരിയുമ്പോൾ പടിഞ്ഞാറോട്ടാവും. അപ്പോൾ പടിഞ്ഞാറോട്ട് വീണ്ടും 50 മീറ്റർ. എത്രയാണ്? 50 മീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു. അപ്പോൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരാൾ വലത്തോട്ട് തിരിയുമ്പോൾ വടക്കോട്ടാവും. വടക്കോട്ട് എത്ര മീറ്റർ സഞ്ചരിച്ചു? 60 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ വടക്കോട്ട് 60 മീറ്റർ സഞ്ചരിച്ചു. ഇപ്പോൾ എയിൽ നിന്ന് അയാളുടെ ഫിനിഷിംഗ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, അയാൾ ആദ്യം 50 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇവിടെ 50 മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. അപ്പോൾ കിഴക്കോട്ട് പോയതും പടിഞ്ഞാറോട്ട് പോയതും കൂടെ ന്യൂട്രലായിട്ടുണ്ട്. അപ്പോൾ ഈ എ എന്ന പൊസിഷൻ നേരെ വടക്ക് വശത്തുള്ള പോയിൻ്റാണ് ഇത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അയാൾ പോകുന്നത്. അപ്പോൾ അയാളുടെ നേർവഴി എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് നേരെ ഇതിലെ ഇങ്ങോട്ട് പോവുക എന്നുള്ളതാണ്. ഇതൊരു ചതുരമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡിസ്റ്റൻസായ 70 മീറ്റർ തന്നെയായിരിക്കും ഇവിടെയും വരിക. ഈ അകലം ഇതിന് നമുക്ക് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള അകലം 70 മീറ്ററാണ്. ഈ ബിയിൽ നിന്ന് അയാളുടെ ജോലിസ്ഥലം അത് സി എന്ന് എടുത്തു കഴിഞ്ഞാൽ സി വരെയുള്ള ഡിസ്റ്റൻസ് 60 മീറ്റർ. അപ്പോൾ നേർവഴിക്ക് അയാളുടെ ദൂരം എന്ന് പറയുന്നത് 70 + 60 130 മീറ്ററാണ്. 70 + 60 130 മീറ്റർ. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ 130 മീറ്റർ. നീ ജനിച്ചപ്പോൾ എനിക്ക് നിന്റെ ഇപ്പോഴുള്ള അതേ പ്രായമായിരുന്നു, അച്ഛൻ മകനോട് പറഞ്ഞു. അച്ഛന് ഇപ്പോൾ 50 വയസ്സുണ്ടെങ്കിൽ മകൻ്റെ ഇപ്പോഴുള്ള പ്രായം എത്ര? നീ ജനിച്ചപ്പോൾ എനിക്ക് നിന്റെ ഇപ്പോഴുള്ള അതേ പ്രായമായിരുന്നു എന്ന് അച്ഛൻ മകനോട് പറഞ്ഞു. ഈ പറഞ്ഞ അച്ഛന് ഇപ്പോൾ 50 വയസ്സുണ്ടെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എക്സ് എന്നെടുക്കാം. അതായത് മകന് എക്സ് വയസ്സായി, അല്ലെങ്കിൽ മകൻ ജനിച്ചിട്ട് എക്സ് വർഷങ്ങൾ കഴിഞ്ഞു. അത് ഓർക്കുക, മകൻ ജനിച്ചിട്ട് എക്സ് വർഷങ്ങൾ കഴിഞ്ഞു. ഇനി അച്ഛൻ പറഞ്ഞത് എന്താണ്? അച്ഛൻ മകനോട് പറഞ്ഞത്, നീ ജനിച്ചപ്പോൾ എനിക്ക് നിന്റെ ഇപ്പോഴുള്ള അതേ പ്രായമായിരുന്നു. അതായത് അച്ഛന് എക്സ് വയസ്സുള്ളപ്പോഴാണ് മകൻ ജനിച്ചത്. അച്ഛന് എക്സ് വയസ്സുള്ളപ്പോൾ മകൻ ജനിച്ചു. അതിനുശേഷം എക്സ് വർഷങ്ങൾ കഴിഞ്ഞു എന്ന് നമ്മൾ നേരത്തെ കണ്ടു. കാരണം മകന് എക്സ് വയസ്സായി ഇപ്പോൾ. അപ്പോൾ മകൻ ജനിച്ചിട്ട് എക്സ് വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അച്ഛന് എക്സ് വയസ്സുള്ളപ്പോൾ മകൻ ജനിച്ചു. അതിനുശേഷം എക്സ് വർഷങ്ങൾ കഴിഞ്ഞു. അതായത് അച്ഛൻ്റെ പ്രായം എക്സും എക്സും കൂടെ കൂട്ടിക്കിട്ടുന്നതാണ്. അഥവാ 2x ആണ്. ഈ 2x ആണ് ഇവിടെ 50 എന്ന് നൽകിയിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ 50 വയസ്സാണ് അച്ഛനുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് എത്ര വരും? 50ൻ്റെ പകുതി, 50/2, അതായത് 25. അതായത് മകൻ്റെ പ്രായം 25 വയസ്സാണ്. ശരിയുത്തരം ഓപ്ഷൻ സി. റൂട്ട് ഓഫ് 1 64 36 ഡാഷ്. അപ്പോൾ നമുക്കിവിടെ 1 64 36ൻ്റെ വർഗ്ഗമൂലം കണ്ടുപിടിക്കണം. അവർക്ക് 1 64 36 ഇതൊരു മിശ്രഭിന്ന സംഖ്യയാണ്. അപ്പോൾ ഇതിൻ്റെ വർഗ്ഗമൂലം നമുക്ക് നേരിട്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് രൂപമാറ്റം വരുത്തി എഴുതാം. അതിനായിട്ട് ഈ പൂർണ്ണസംഖ്യാഭാഗമായ 1 കൊണ്ട് ഛേദമായ 64നെ ഗുണിക്കുന്നു. 1 × 64, അതിൻ്റെ ഉത്തരം 64 എന്ന് കിട്ടും. അതിനോട് അംശമായ 36 കൂട്ടുക. 64നോട് 36 കൂട്ടിക്കഴിഞ്ഞാൽ 100.
അപ്പോൾ ഈ 100 അംശമായിട്ട് എഴുതുക, ഛേദമായിട്ട് 64 തന്നെ. അതായത് 1ഉം 64ൽ 36നെ നമ്മൾ 64ൽ 100 എന്നെഴുതി. ഇനി ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ എളുപ്പമാണ്, കാരണം അംശവും ഛേദവും പൂർണ്ണവർഗ്ഗങ്ങളാണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് എഴുതാനായിട്ട് എളുപ്പമുണ്ട്. ഓർക്കുക 10ൻ്റെ വർഗ്ഗമാണ് 100, അതുകൊണ്ട് 100ൻ്റെ വർഗ്ഗമൂലം 10. 8ൻ്റെ വർഗ്ഗമാണല്ലോ 64, അതുകൊണ്ട് 64ൻ്റെ വർഗ്ഗമൂലം 8. അപ്പോൾ 10/8 എന്ന് വരും. നോക്കുക 8ഉം 10ഉം 2ൻ്റെ ഗുണിതങ്ങളാണ്, അതുകൊണ്ട് 2 ഉപയോഗിച്ച് അംശത്തിനെയും ഛേദത്തിനെയും നമുക്ക് ഹരിക്കാം. അപ്പോൾ 4ൽ 5 എന്ന് കിട്ടും. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നും 4ൽ 5 എന്ന രൂപത്തിലില്ല. അപ്പോൾ നമുക്ക് 5നെ 4 കൊണ്ട് ഹരിക്കാം. 5/4 കാണുക. 5ൽ 4 ഒരു തവണയേ ഉള്ളൂ, ഒരു 4 4, ശിഷ്ടം 1. അപ്പോൾ ഇതിൽ ഹരണഫലം 1 കിട്ടുന്നുണ്ട്, അത് പൂർണ്ണസംഖ്യാ ഭാഗമായിട്ട് എഴുതുക. ശിഷ്ടം 1 വരുന്നു, 4 കൊണ്ടാണ് നമ്മൾ ഹരിച്ചത്, അതുകൊണ്ട് 1ഉം 4ൽ 1 ആണ് ഉത്തരം. 1ഉം 4ൽ 1. ശരി ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ചെറുതേത്? ഇവിടെ 4 ഭിന്നസംഖ്യകൾ നൽകിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിലെ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്കൂട്ടത്തിലെ ഏറ്റവും ചെറുത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ 2 സംഖ്യകൾ വീതം എടുത്ത്, 2 ഭിന്നസംഖ്യകൾ വീതം എടുത്ത് അതിൽ ചെറുതേതെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 11ൽ 7ഉം 13ൽ 8ഉം നമുക്ക് എടുക്കാം. 11ൽ 7, 13ൽ 8, ഇതിൽ ചെറുതേതെന്ന് കണ്ടുപിടിക്കാം. അതിനായിട്ട് ഈ 13 രണ്ടാമത്തതിൻ്റെ ഛേദമായ 13 കൊണ്ട് 7നെ ഗുണിക്കുക. 13 ഗുണം 7, 10 7 70, 3 7 21, 70 21 91 വരും. അതിവിടെ എഴുതുക. അതുപോലെ ഒന്നാമത്തതിൻ്റെ ഛേദം കൊണ്ട് ഈ 8നെ ഗുണിക്കുക. 11 8 88. അപ്പോൾ ഇതിൽ ചെറുത്, നമുക്കിപ്പോൾ ഗുണനഫലത്തിൽ ചെറുത് കിട്ടിയത് ഏതാണ്? 88 ആണ്. അപ്പോൾ അതിനോട് ചേർന്ന് എഴുതിയിരിക്കുന്ന ഈ സംഖ്യയാണ് ഈ 2 ഭിന്നസംഖ്യകളിൽ ചെറിയ സംഖ്യ. ഇനി അതുപോലെ 3ൽ 2ഉം 8ൽ 5ഉം നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇത് തമ്മിൽ താരതമ്യപ്പെടുത്താനായിട്ട് 8 കൊണ്ട് 2നെ ഗുണിക്കുക. 8 2 16 ഇവിടെ എഴുതുന്നു. 3 കൊണ്ട് 5നെ ഗുണിക്കുക. 3 5 15 ഇവിടെ എഴുതുന്നു. ഇതിൽ ചെറുത് ഏതാണ്? 15ആണ്. 16ഉം 15ഉമാണ് ഗുണനഫലങ്ങൾ കിട്ടിയത്, അതിൽ ചെറുത് 15ആണ്. അപ്പോൾ 15നോടൊപ്പം ഉള്ള 8ൽ 5ആണ് ചെറിയ ഭിന്നസംഖ്യ. അപ്പോൾ ഇനി നമുക്ക് 13ൽ 8ഉം 8ൽ 5ഉം ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് അതിൽ ചെറുതെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിനായിട്ട് ഈ 8 കൊണ്ട് ഈ 8നെ ഗുണിക്കുന്നു. 8 8 64 ഇവിടെ എഴുതുന്നു. 13 ഗുണം 5, 13 ഗുണം 5 65 വരും. അപ്പോൾ ചെറിയ ഗുണനഫലം 64ആണ്. അതിനോട് ചേർന്ന് വരുന്ന 13ൽ 8ആണ് അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ. ശരി ഉത്തരം ഓപ്ഷൻ ബി, 13ൽ 8. അടുത്ത ചോദ്യം, 3030 ഭാഗം 15 അധികം 15 സമം ഡാഷ്. അപ്പോൾ 3030നെ 15 കൊണ്ട് ഹരിച്ചിട്ട് അതിനോട് 15 കൂട്ടണം. അപ്പോൾ കിട്ടുന്ന ഉത്തരം ഏതെന്നാണ് എഴുതേണ്ടത്. നമുക്ക് 3030നെ 15 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. 3ൽ 15 അടങ്ങില്ല, 30 എടുക്കുക. 30ൽ 15 2 തവണയാണുള്ളത്. 2 15 30. കുറയ്ക്കുമ്പോൾ 0 ആയിരിക്കും വരിക. അടുത്ത 3 ഇറക്കി എഴുതുന്നു. ആ 3ൽ 15 അടങ്ങില്ല, അപ്പോൾ ഇവിടെ ഒരു 0 ചേർക്കണം. എന്നിട്ട് വേണം അടുത്ത അക്കം ഇറക്കി എഴുതാൻ. അപ്പോൾ 30. 30ൽ എത്ര തവണയുണ്ട്? 2 തവണ. 2 15 30. ശിഷ്ടമില്ല, 0ആണ്. അപ്പോൾ 202 കിട്ടുന്നത്. 3030 ഭാഗം 15 എന്നുള്ളത് 202. അതിനോട് 15 കൂട്ടുന്നു. 202ൻ്റെ കൂടെ 15 കൂട്ടിക്കഴിഞ്ഞാൽ 217 എന്ന് ഉത്തരം കിട്ടും. ശരി ഉത്തരം ഓപ്ഷൻ എ, 217. സമാനമല്ലാത്തത് ഏത്? 4 സംഖ്യാ സീക്വൻസുകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ സമാനമല്ലാത്തതെന്ന് കണ്ടുപിടിക്കണം. 2 5 8 11, 3 7 11 15, 4 9 14 19, 5 11 17 22. നോക്കുക, ഇവിടെ ആദ്യത്തെ സീക്വൻസിൽ 2നോട് 3 കൂട്ടിയാൽ 5ആയി, 5നോട് 3 കൂട്ടിയാൽ 8ആയി, 8നോട് 3 കൂട്ടിയാൽ 11ആയി. അതായത് പൊതുവ്യത്യാസം 3 ആയിട്ടുള്ളൊരു സമാന്തര ശ്രേണിയാണിത്. ഇവിടെയോ 3നോട് 4 കൂട്ടിയാൽ 7, 7നോട് 4 കൂട്ടിയാൽ 11, 11നോട് 4 കൂട്ടിയാൽ 15. ഇവിടെ പൊതുവ്യത്യാസം 4 ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ നോക്കുക, 4നോട് 5 കൂട്ടിയാൽ 9, 9ഉം 5ഉം 14, 14നോട് 5 കൂട്ടിയാൽ 19. ഇതും പൊതുവ്യത്യാസം 5 ആയിട്ട് വരുന്നൊരു സമാന്തര പ്രോഗ്രഷനാണ്. ഇവിടെ 5നോട് 6 കൂട്ടിയാൽ 11, 11ഉം 6ഉം 17, 17നോട് 5 കൂട്ടിയാലാണ് നമുക്ക് 22 കിട്ടുക. അപ്പോൾ ഇവിടെയാണ് ഒരു വ്യത്യാസം കാണുന്നത്. അപ്പോൾ ഇക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. 5 11 17 22. ബാക്കി 3 ഓരോ സമാന്തര ശ്രേണികളാണ്. അടുത്ത ചോദ്യത്തിൽ ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കുക, ഈ ഓരോ വരയുടെയും 2 അഗ്രങ്ങളിലും വരുന്ന സംഖ്യകൾ തമ്മിലുള്ള ബന്ധം നോക്കുക.
നോക്കുക, 2 അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന 8ആണ്. 2ൻ്റെ ക്യൂബ് അല്ലെങ്കിൽ 2/3 8. അതുപോലെ 4ൻ്റെ നേരെ എതിർവശത്ത് വരുന്ന 64 എന്ന് പറയുന്നത് 4/3 4 3 തവണ ആവർത്തിച്ച് ഗുണിച്ചാൽ 64 കിട്ടും. 4 ഗുണം 4 ഗുണം 4 ഇതാണ് 4/3. ഇതിൻ്റെ വാല്യൂ ആണ് 64 എന്ന് കിട്ടുന്നത്. ഇനി 1 3 തവണ ആവർത്തിച്ച് ഗുണിച്ചാൽ 1 തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് 1ൻ്റെ നേരെ എതിർ ദിശയിൽ വരുന്നത് 1ൻ്റെ ക്യൂബ് തന്നെയാണ്. അപ്പോൾ 3ൻ്റെ നേരെ എതിർദിശയിൽ വരേണ്ടത് ഏതായിരിക്കും? 3/3 ആയിരിക്കും. 3/3 എന്ന് പറഞ്ഞാൽ 3 തവണ ആവർത്തിച്ച് ഗുണിക്കുക. അതായത് 3 ഗുണം 3 ഗുണം 3 3 9 9 3 27. അപ്പോൾ 27 ആണ് ഇവിടെ വരേണ്ട സംഖ്യ. 27 ശരി ഉത്തരം ഓപ്ഷൻ സി. 4 7 12 19 39. അപ്പോൾ നമുക്കിവിടെ ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിലുള്ള ബന്ധം നമുക്കൊന്ന് നോക്കാം. 4നോട് 3 കൂട്ടിയാൽ 7 കിട്ടും. 7ഉം 5ഉം ആണ് 12. 7നോട് 5 കൂട്ടിയാൽ 12. 12 7 19. നോക്കുക, ഇവിടെ കൂട്ടിയിരിക്കുന്ന സംഖ്യകൾ നോക്കുക. 3 5 7. അപ്പോൾ അടുത്ത് കൂട്ടേണ്ടത് 9 ആയിരിക്കും. 19ഉം 9ഉം 28 ആയിരിക്കും ഇവിടെ വരേണ്ട സംഖ്യ. അടുത്ത 28നോട് 11 ആയിരിക്കും കൂട്ടേണ്ടത്. 3 5 7 9 11. 28നോട് 11 കൂട്ടുമ്പോൾ 39 കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ വരേണ്ട സംഖ്യ സംശയിക്കേണ്ട 28 തന്നെ. ശരി ഉത്തരം ഓപ്ഷൻ ബി 28. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളെ അവയുടെ നമ്പർ പ്രകാരം അർത്ഥവത്തായി ക്രമീകരിച്ചാൽ യോജിച്ചത് ഏത്? രേഖ, കോൺ, ബിന്ദു, ത്രികോണം. അപ്പോൾ ഇവയെ അർത്ഥവത്തായി ക്രമീകരിച്ചാൽ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് യോജിച്ചത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇത് ഓരോന്നിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറാണ് നമുക്ക് ഉത്തരങ്ങളിൽ തന്നിരിക്കുന്നത്. ഓർക്കുക, ഏറ്റവും ആദ്യം വരേണ്ടത് ബിന്ദുവാണ്. ബിന്ദു എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റാണ് ആദ്യം വരേണ്ടത്. ഇനി അനേകം പോയിൻ്റുകൾ കൂടിച്ചേർന്നതാണ് ഒരു രേഖ. അനേകം പോയിൻ്റുകൾ കൂടിച്ചേർന്നത് രേഖ. അപ്പോൾ രേഖ രണ്ടാമത് വരണം. 2 രേഖകൾ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരു കോണുണ്ടാവും. അപ്പോൾ ഇതാണ് 3-ാം സ്ഥാനത്ത് വരേണ്ടത്. ഇനി 3 കോണുകൾ കൂടിച്ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ത്രികോണം കിട്ടും. അപ്പോൾ ഇത് 4-ാം സ്ഥാനത്തും. അപ്പോൾ ഏറ്റവും ആദ്യം വരേണ്ടത് 3 എന്ന നമ്പറാണ്. രണ്ടാമത് വരേണ്ടത് 1. അപ്പോൾ 3 1 എന്ന ക്രമത്തിന് വരുന്ന ഓപ്ഷൻസ് ഇത് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ബി 3 1. അതിനുശേഷം 3-ാം സ്ഥാനത്ത് വരേണ്ടത് 2, 4-ാം സ്ഥാനത്ത് 4 തന്നെ. അപ്പോൾ 3 1 2 4 എന്നുള്ള ഓപ്ഷൻ ബി ആണ് ശരിയായത്. അടുത്ത ചോദ്യം, -1/5 അധികം -1/101 അധികം -1/200 അധികം -1/702 സമം ഡാഷ്. അപ്പോൾ നോക്കുക, ഈ തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം -1ൻ്റെ പവറായിട്ടാണ് തന്നിരിക്കുന്നത്. ഈ -1ൻ്റെ പവറിനൊരു പ്രത്യേകതയുണ്ട്. -1ൻ്റെ പവർ ഒറ്റ സംഖ്യയാണെങ്കിൽ അതിൻ്റെ വാല്യൂ -1 തന്നെ വരും. പവർ ഇരട്ടസംഖ്യയാണെങ്കിൽ അതിൻ്റെ വാല്യൂ +1 ആയിരിക്കും. ഇവിടെ നോക്കുക, -1/5 5 ഒറ്റ സംഖ്യയാണ്. അതുകൊണ്ട് -1/5ൻ്റെ വാല്യൂ -1 തന്നെ. പ്ലസ് ഇവിടെയും -1/101 ആണ്. 101 ഒറ്റ സംഖ്യയാണ്, അല്ലെ ഓഡ് നമ്പറാണ്. അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂവും -1 തന്നെ വരും. അപ്പോൾ -1 അധികം -1 പ്ലസ് ഇവിടെ നോക്കുക, 200 ആണ് പവർ 200 ഇരട്ട സംഖ്യ. അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ 1 വരും. അതായത് -1/200 എന്ന് പറഞ്ഞാൽ +1 ആണ്. ഇവിടെ -1/702 ആണ്. 702ഉം ഇരട്ടസംഖ്യ ആയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂവും 1 വരും. +1 എന്ന് വരും. അപ്പോൾ നോക്കുക, -1 -1 അധികം -1 അധികം 1 അധികം 1 -1 കൂടെ കൂട്ടിയാൽ -2 അധികം 1 അധികം 1 1 അധികം 1 2 -2ഉം 2ഉം കൂടെ കൂട്ടിയാൽ 0 വരും. ശരി ഉത്തരം ഓപ്ഷൻ ബി 0. -7 അധികം 5 ഗുണം -3 ന്യൂനം 7 ഗുണം -2 അധികം 13 ന്യൂനം 5 അധികം 14 ഭാഗം 2 സമം ഡാഷ്. നോക്കുക, ഇവിടെ കൂട്ടാനുണ്ട്, ഗുണിക്കാനുണ്ട്, കുറയ്ക്കാനുണ്ട്, ഹരിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത ക്രിയകൾ വരുമ്പോൾ അതിൽ നമ്മൾ ഗുണനത്തിനും ഹരണത്തിനുമാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അത് രണ്ടും നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ ഇവിടെ വരുന്ന ഈ 2 ഗുണനങ്ങൾ അതുപോലെ ഈ ഹരണം ഇത് മൂന്നും ആദ്യ ഘട്ടത്തിൽ ചെയ്യാം. അപ്പോൾ -7 അധികം 5 ഗുണം -3 ഒരു പോസിറ്റീവ് സംഖ്യയും നെഗറ്റീവ് സംഖ്യയും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ 5 ഗുണം -3 എന്ന് പറഞ്ഞാൽ -15 വരും.
ന്യൂനം, ഇവിടെ ന്യൂനം നമ്മളിവിടെ ഇട്ട് കൊടുത്തു, അതുകൊണ്ട് 7 പോസിറ്റീവായിട്ട് കരുതുക. 7 ഗുണം -2, അതായത് -14 വരും. പ്ലസ് 13 ന്യൂനം 5 അധികം ഈ 14/2 കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ ചെയ്യാം. 14നെ 2 കൊണ്ട് ഹരിച്ചാൽ 7. അപ്പോൾ ഗുണനവും ഹരണവും ഒക്കെ കഴിഞ്ഞു. ഇനി കൂട്ടാനും കുറയ്ക്കാനും ഉള്ളൂ. അപ്പോൾ നോക്കുക, ഇവിടെ ഒരു -14 കുറയ്ക്കാനുണ്ട്. -14 കുറയ്ക്കാനായിട്ട് +14 കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി എഴുതാം. അതായത് -7 അധികം -15, ദെൻ -14 കുറയ്ക്കാൻ കറസ്പോണ്ടിങ് പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്യുക. അതായത് +14 എന്ന് വരും. +13 ന്യൂനം 5 +7. ഇനിയിപ്പോൾ നമുക്ക് ഇടത്തു നിന്ന് വലത്തോട്ട് ക്രിയ ചെയ്ത് പോവുമായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ ഇതിലെ പോസിറ്റീവ് സംഖ്യകളെല്ലാം ആദ്യം ആഡ് ചെയ്യുക. അതായത് ഇടതുവശത്ത് പ്ലസ് സിമ്പിൾ വരുന്ന സംഖ്യകൾ 14, 13, 7 കൂട്ടുക. 13, 7, 20, 20, 14, 34 വരുന്നു. ബാക്കി ഇത് 2 നെഗറ്റീവ് സംഖ്യ. ഇവിടെയും നെഗറ്റീവ് സിമ്പിളുണ്ട്, മൈനസ് സിമ്പിൾ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുക. 7, 15, 7, 22, 22, 5, 27. നെഗറ്റീവ് -27 എന്ന് കൊടുക്കുക. അപ്പോൾ 34 നിന്ന് 27 കുറച്ചാൽ 7 കിട്ടും. അപ്പോൾ ഉത്തരം 7 ശരി. ഉത്തരം ഓപ്ഷൻ സി. കൂട്ടത്തിൽ പെടാത്തത് ആര്? 31, 41, 51, 61. അപ്പോൾ ഈ 4 സംഖ്യകളിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്കൂട്ടത്തിലുള്ള 31, 41, 61 ഈ 3 സംഖ്യകളും പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളാണ്. ഇക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ 51. അത് പ്രൈം നമ്പർ അല്ല, അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ അല്ല. അതുകൊണ്ട് വേറിട്ട് നിൽക്കുന്ന 51. ശരി. ഉത്തരം ഓപ്ഷൻ സി.